തൃശൂരിൽ അബദ്ധത്തിൽ കിണറ്റിൽ വീണ 8 വയസ്സുകാരിക്ക് രക്ഷകനായി തൊട്ടു സമീപത്തെ കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ ഹേമന്ത് കൃഷ്ണ. വിയൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ മാതാപിതാക്കൾക്കൊപ്പം വാടകമുറി കാണുന്നതിനിടയിൽ വീടിനുള്ളിലെ കിണറ്റിലേക്ക് വീണാണ് അപകടമുണ്ടായത്. കുന്നുംകുളം മച്ചിത്തറയിൽ അബ്ദുൾ ഹമീദിന്റെ മകൾ വേദലക്ഷ്മിയെയാണ് ഹേമന്ത് സാഹസികമായി രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു അപകടം വിയൂരിൽ സംഭവിച്ചിരുന്നു. അമ്മയും അച്ഛനുമൊപ്പം ഒരു 8 വയസ്സുകാരി ഒരു കടമുറി നോക്കാനെത്തുന്നു. അബദ്ധത്തിൽ വീടെല്ലാം നോക്കി കാണുന്നു. അതിനുശേഷം അബദ്ധത്തിൽ ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് ആ പെൺകുഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം. അതിനുശേഷം നിസ്സഹായരായി നിന്ന മാതാപിതാക്കൾ, കിണറ്റിലേക്ക് മുങ്ങിത്താഴുന്ന 8 വയസ്സുകാരി. ഈ സമയത്ത് രക്ഷാകരം നീട്ടി ഒരു ചെറുപ്പക്കാരനെത്തുന്നു, ഹേമന്ത് കൃഷ്ണ. കല്യാൺ ജുവല്ലേഴ്സിലെ ജീവനക്കാരനാണ്, എറണാകുളത്ത് ജോലി ചെയ്യുകയാണ്, തൃശ്ശൂർ സ്വദേശിയാണ്. ഈ ഹേമന്ത് കൃഷ്ണയാണ് ആ പെൺകുച്ചിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തിയത്. ഹേമന്തിനോട് ചോദിക്കാം, എന്തായിരുന്നു ആ സംഭവം ഉണ്ടായത്? അത്രയും ഒരു കിണറാണ്, വലിയ ആഴമുള്ള സ്ഥലമാണ്, അവിടേക്ക് ഒരു പെൺകുഞ്ഞി മുങ്ങിത്താഴുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ആ കിണറ്റിലേക്ക് എടുത്തു ചാടിയത്? അങ്ങനെ ചോദിച്ചാൽ ആ സമയത്ത് അങ്ങനെ തോന്നി. നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി, അനിയത്തിയുടെ പ്രായമുള്ള ഒരു കുട്ടി മുങ്ങി തുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുട്ടിയാണെങ്കിൽ ചെറിയ കുട്ടിയായതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് അങ്ങനെ തോന്നി, അങ്ങനെ ചെയ്തു. അതായത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഓടി സമീപത്തെ പച്ചക്കറി കടയിൽ എത്തിയപ്പോൾ പച്ചക്കറി വാങ്ങാൻ എത്തിയതായിരുന്നു ഹേമന്ത്. അവിടുന്ന് ഓടിയാണ് ഈ കിണറ്റിലേക്ക് വന്ന് ചാടുന്നത് അല്ലേ? അതെ അതെ അതെ. ഞാൻ അവിടെ പച്ചക്കറി വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് അച്ഛനമ്മ ഓടി വന്നിട്ട് എൻ്റെ കുട്ടി കെട്ടിന് വീണു. അവർ ആ കടയിൽ മുമ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന ആ ചേട്ടൻ. അപ്പോൾ അവിടുത്തെ ചേട്ടൻ്റെ കടയിലെ ചേട്ടൻ്റെ പേര് വിളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഓടിപ്പോയി നോക്കുമ്പോഴാണ് ഭയങ്കര ഇരുട്ടായതുകൊണ്ട് നമ്മൾ ഫ്ലാഷ് അടിച്ച് നോക്കുമ്പോൾ കുട്ടി മുങ്ങുക, പൊന്തുക, അങ്ങനെ ഒരു ഇതിലാണ്. അപ്പോൾ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും സംഭവിക്കുന്നത് അറിയാവുന്നതുകൊണ്ട് വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ആ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ പറയുക ചെയ്തു. അതായത് ആൾക്ക് ഭയങ്കര അവശനായ ആൾ പറഞ്ഞു, മോളെ അച്ഛന്, കുട്ടിയോടാണ് പറഞ്ഞത്, മോളെ അച്ഛന് നീന്താൻ അറിയില്ലേ, അച്ഛൻ കൂടി ചാടിയേനെന്ന് പറഞ്ഞു. ആ സമയത്ത് അധികം ആൾക്കാരായി വന്നിട്ടുണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങാം ചേട്ടാ, ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിലേക്ക് എടുത്ത് ചാടിയത്. ചാടി ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും മനസ്സിൽ ഭീതിയോ ആശങ്കയോ എന്തെങ്കിലും തോന്നിയോ, അതോ നീന്തൽ അറിയായിരുന്നോ ഹേമന്തിന്? നീന്തൽ അറിയായിരുന്നു. ആ സമയത്ത് അങ്ങനെ വേറെ ഒന്നും ചിന്തയില്ല. എങ്ങനെയല്ലോ കുട്ടീനെ രക്ഷപ്പെടുത്തണം എന്നായിരുന്നു. അതിന് ഓക്സിജൻ ഉണ്ടോ വെള്ളമുണ്ടോ അതൊന്നും ആ സമയത്ത് എനിക്ക് പോയില്ല. വേഗം എത്രയും പെട്ടെന്ന് അതിനെ രക്ഷിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക്. ഇരുട്ടാണ്, എന്നൊരാളുണ്ട്, അതൊന്നും അറിയില്ല. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ്, എത്ര നാളിവിടെ ഇതായിട്ടും നിന്നിട്ട് പോലും എനിക്ക് അവിടെ കിണറുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അന്ന് അവിടെ പോയി നോക്കുമ്പോഴാണ് അവിടെ അങ്ങനെ ഒരു കിണറുണ്ടെന്നും അതൊക്കെ അറിയണത്. വലിയൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന, ഒരു ജീവൻ രക്ഷാ പ്രവൃത്തി ചെയ്യുന്നത്, അതിനുശേഷം നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ആദരവൊക്കെ ലഭിച്ചു തുടങ്ങി അല്ലേ? MLA വന്നു, ഇപ്പം സ്കൂളിൻ്റെ കോളേജിൻ്റെ ഭാഗത്തു നിന്നൊരു ആദരം. അതെ അതെ, തീർച്ചയായും സന്തോഷം. എല്ലാവരും ഭാഗത്തുനിന്ന് നല്ലൊരു അംഗീകാരം കിട്ടി. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതിലുപരി ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് പറ്റി. അതാണ് ഏറ്റവും വലിയൊരു, എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഇത് പറ്റിയത്. കുന്നംകുളം സ്വദേശിയായിട്ടുള്ള അബ്ദുൾ ഹമീദിന്റെ മകളാണ് വേദലക്ഷ്മി. 8 വയസ്സുകാരിയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ആ പെൺകുഞ്ഞിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആ ഒരു പ്രവൃത്തി, സൽക്കർമ്മം ചെയ്ത ആളാണ് ഹേമന്ത്. എന്തായാലും ഹേമന്തും വളരെ സന്തോഷത്തിലാണ്, ആ പെൺകുട്ടിയുടെ വീട്ടുകാരും വളരെ സന്തോഷത്തിലാണ്. ഇപ്പം ഹേമന്തിന് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. വിഷ്ണുവിനൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ.